ഓൺലൈൻ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ MSc നഴ്സിംഗ് കോഴ്സിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള CEEയുടെ ആപ്ലിക്കേഷന്റെ ഡേറ്റ് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കേരളത്തിൽ ഒരു MSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യുക, അതിനുള്ള ആപ്ലിക്കേഷൻ എവിടെയാണ് കൊടുക്കേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് MSc നഴ്സിംഗിന് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 5 സ്പെഷ്യാലിറ്റിയാണ് MSc നഴ്സിംഗ് കോഴ്സുകൾക്കുള്ളത്. 1 മെഡിക്കൽ ആൻഡ് സർജിക്കൽ സ്പെഷ്യാലിറ്റി, 2 കമ്മ്യൂണിറ്റി ഹെൽത്ത് സ്പെഷ്യാലിറ്റി, 3 ചൈൽഡ് ഹെൽത്ത് സ്പെഷ്യാലിറ്റി, 4 ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി സ്പെഷ്യാലിറ്റി, 5 മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് സ്പെഷ്യാലിറ്റി. ഇതിൽ മെഡിക്കൽ ആൻഡ് സർജിക്കലിനകത്ത് വീണ്ടും ചെറിയ ചെറിയ സബ് ഡിവിഷൻസ് ഉണ്ട്. അതാത് കോഴ്സുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ സബ് ഓപ്ഷൻസ് ആണ്. എക്സാമ്പിൾ കാർഡിയോളജി, ന്യൂറോളജി, ഓങ്കോളജി, അതുപോലെ മറ്റ് ഓർത്തോപെഡിക്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല സ്പെഷ്യാലിറ്റികളും അതിൻ്റെ അകത്തുണ്ടാകും. കമ്മ്യൂണിറ്റി നഴ്സിംഗ് ആണെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇന്ത്യയ്ക്കുള്ളിൽ തന്നെയാണെങ്കിൽ നമുക്ക് വളരെയേറെ സാധ്യതയുള്ളതാണ്. അതുപോലെ ഓരോ സ്പെഷ്യാലിറ്റിക്കും അതിൻ്റെതായ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് പല രീതിയിലും അതിന് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ടീച്ചിങ് മേഖലയിലാണ് നമുക്ക് കേരളത്തിൽ നിലവിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അപ്പം എങ്ങനെയാണ് ഇനി അതിനുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കേരളത്തിലെ 2 മേഖലയിലാണ് MSc നഴ്സിംഗ് കോഴ്സുകൾ റൺ ചെയ്യുന്നത്. 1 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളും 2 പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളും. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ 6 മെഡിക്കൽ കോളേജുകളായിട്ട് ഏകദേശം 130 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകൾ ഏകദേശം 30 കോളേജുകളാണുള്ളത്. അതിൽ 228 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഗവൺമെന്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് www.cee.kerala.gov.in എന്നുള്ള വെബ് ലിങ്കിലൂടെ കയറി അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 25 ആണ്. ഈ മാസം 25-ാം തീയതിയാണ് ലാസ്റ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതിന്റെ തീയതി. ഇനി ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്? ജനറൽ ആൻഡ് സർവീസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ 1000 രൂപയും അതുപോലെ SC/ST കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ 500 രൂപയും ആയിരിക്കും ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീസ്. ഇതിന്റെ സെലക്ഷൻ എങ്ങനെയാണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. 200 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിൽ കറക്റ്റ് ആൻസറിന് 4 മാർക്കും തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾക്ക് 1 മാർക്ക് നെഗറ്റീവായിട്ടും കൺസിഡർ ചെയ്യും. ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞാൽ 800 ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആയിരിക്കും. പ്രധാനമായിട്ടും തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മേഖലകളിലായിട്ടായിരിക്കും എക്സാം സെന്റേഴ്സ് വരിക. അത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്ന സമയത്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ടാകും. ഇനി ഫീ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. ഇനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലാണെങ്കിൽ ഒരു വർഷം 35,000 രൂപയാണ് ട്യൂഷൻ ഫീസ്. ഇത് കൂടാതെ നമ്മൾ അവിടെ വർക്ക് ചെയ്യേണ്ടി വരും. അത് 16,000 രൂപ നമുക്ക് ഓരോ മാസം സ്റ്റൈഫൻഡ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുകയും ചെയ്യും. നമ്മൾ ഒരു സ്റ്റാഫ് നഴ്സിന്റെ പോലെ തന്നെ നമ്മൾ അവിടെ ഒരു വർക്കിംഗ് ഷെഡ്യൂൾ നമുക്കുണ്ടാവും. അതിൻ്റെ ഒപ്പമായിരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ ഉണ്ടാവുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് 16,000 രൂപ മന്ത്ലി സ്റ്റൈഫൻഡ് നമുക്ക് ലഭിക്കുക. പക്ഷേ ആനുവൽ ആയിട്ട് ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 35,000 രൂപയായിരിക്കും. എന്നാൽ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളുടെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയും സ്പെഷ്യൽ ഫീസ് 50,000 രൂപയും ചേർത്ത് ഒരു വർഷത്തേക്ക് ടോട്ടലായിട്ട് വരുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 1,50,000 രൂപയായിരിക്കും. ഇതിനു പുറമെ ഹോസ്റ്റല്, അതുപോലെ ബുക്സ്, മറ്റ് റിസോഴ്സുകളെല്ലാം അത് നമ്മൾ പേഴ്സണലി ബിയർ ചെയ്യേണ്ടതാണ്. ഇനി പ്രധാനമായിട്ടും ആളുകൾ ചോദിക്കുന്നത് MSc നഴ്സിംഗ് കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും MSc നഴ്സിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു കരിയർ ഡെവലപ്മെന്റിന്റെ ഭാഗം കൂടിയാണ്. നമുക്കൊരു ഹയർ ലെവൽ ഓഫ് കരിയറിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് കൂടുതലും എഡ്യൂക്കേഷണൽ മേഖലയിലാണ് MSc നഴ്സിംഗ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് നമ്മൾ നോക്കാം. ഇത് കൂടാതെ ഹോസ്പിറ്റലുകളിൽ നഴ്സ് മാനേജർ, അതുപോലെ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ, ക്വാളിറ്റി മേഖലകളിലെല്ലാം, അതുപോലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ മേഖലകളിലെല്ലാം ഇപ്പോൾ MSc നഴ്സിംഗിനെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പല മേഖലകളിലും നമുക്ക് നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് സ്കൂൾ ഹെൽത്ത് നഴ്സ് അല്ലെങ്കിൽ സ്കൂൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം MSc നഴ്സിംഗ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോകാവുന്നതാണ്. ഇതുപോലെ ഓരോ സ്പെഷ്യാലിറ്റി ബേസ് ചെയ്ത് നമുക്ക് പല മേഖലകളിലേക്കും പോകാവുന്നതാണ്. സ്വന്തമായിട്ട് എന്റർപ്രണർഷിപ്പ് സ്പിരിറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് പല മേഖലകളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾ കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. നമുക്ക് ഗവൺമെന്റിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റഡ് ആയിരിക്കും. നിങ്ങൾ എപ്പോഴും ഗവൺമെന്റിൽ കിട്ടാനായിട്ട് കുറേ കൂടി പരിശ്രമിക്കുക.
അതുകൂടാതെ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേഷനുകൾ ലഭിക്കാനായിട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനിലെ ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കൂടുതൽ വിവരങ്ങളും പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു എ ഗുഡ് ഡേ.